നമുക്കറിയാം കൊച്ചി തീരത്ത് കപ്പൽ മുങ്ങിയതിനെ തുടർന്ന് മത്സ്യബന്ധന മേഖല വലിയ ആശങ്കയിലായിരുന്നു. കാരണം മത്സ്യവിപണനം നടക്കുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ അത് സാധാരണ നിലയിലേക്ക് വന്നപ്പോഴാണ് മറ്റൊരു പ്രതിസന്ധി അവരെ ബാധിച്ചിരിക്കുന്നത്. അതായത് കൊച്ചിയിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ ബോട്ടിൽ ഉപയോഗിച്ച വലകൾ കൂട്ടത്തോടെ നശിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് കാണാം, ഇത്തരത്തിൽ വലകൾ പൊട്ടിപ്പോയിരിക്കുകയാണ്. ഇന്നലെ ഇവിടുന്ന് പോയ 5ഓളം ബോട്ടുകളുടെ വലകളുടെ അവസ്ഥ ഇതാണ്. ഇപ്പോൾ പുതിയ ഫിഷിംഗ് ഹാർബറിൽ, കാളമുക്കിലെ പുതിയ ഫിഷിംഗ് ഹാർബറിൽ ആ വലകൾ കൊണ്ടിട്ട് നന്നാക്കുകയാണ്. അവരുടെ ജീവിതം വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നത്. കാരണം ഈ ഒരു വലയെന്നൊക്കെ പറയുന്ന 5 ലക്ഷത്തിലധികം രൂപ വില വരുന്നതാണ്. അപ്പോൾ വലകൾ കേടാകുമ്പോൾ വീണ്ടും നന്നാക്കാൻ വരുന്നു, വീണ്ടും അധികമായിട്ട് പണം ചെലവഴിക്കേണ്ടി വരുന്നു, അവരുടെ വരുമാനം നിലയ്ക്കുന്നു. അങ്ങനെ ഒരു അവസ്ഥയിലേക്കാണ്. ശിവൻ ചേട്ടാ, ഇതെന്താ, ഇതിപ്പം ഒരുപാട് വലകൾ നശിച്ചോ? ഒരുപാട് 1000 കിലോ വലയോളം ഞങ്ങളുടെ പോയിട്ടുണ്ട്. 1000 കിലോ വല. എത്ര രൂപ? അതുകൂടെ 1000 കിലോ വലക്ക് 6 ലക്ഷം രൂപ അടുക്ക വരും. മത്സ്യവീട്ടിൽ ചോദിച്ചാൽ മതി. പിന്നെ തൊഴിലാളികളുടെ അധ്വാനം. ഇന്നലെ പോയിട്ട് ഒന്നും കിട്ടിയില്ല, എണ്ണച്ചെലവ് നഷ്ടം. ഇത്തരം നഷ്ടങ്ങളാണ് സാധാരണ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് മാത്രമല്ല, ഇവിടുന്ന് പോയ 75% വള്ളങ്ങൾക്കും ഇന്നലെ പരിക്ക് പറ്റിയിട്ടുണ്ട്. സാധാരണ കൂട്ടത്തോടെ വലകൾ നശിക്കാറുണ്ടോ? എന്താണ് ഇങ്ങനെ ഇതിനു മുമ്പ് ഇത്രയും നശിക്കാറില്ല. ഇതിപ്പോ പുതിയ പുതിയ ഉടക്കുകളും പുതിയ സ്ഥലത്തൊക്കെയാണ് ഈ ഉടക്കുകൾ വന്നേക്കണത്. അപ്പൊ അതിന്റെ കാരണം ഞങ്ങൾക്ക് ഈ കപ്പൽ മുങ്ങിയതിന് ശേഷമാണ് ഇത്രയും അപകടം ഉണ്ടായേക്കണം. കപ്പല് മുങ്ങിയതാണോ ഈ പ്രതിസന്ധി കാരണം? സാറേ, അത് തീർച്ചയായിട്ടും കപ്പൽ മുങ്ങിയതിന്റെ കണ്ടെയ്നറുകൾ വന്നടിഞ്ഞ് കിടക്കുന്നതിന്റെ തീരത്തോട് ചേർന്ന് കിടക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കാരണം ഇതിക്ക് മുമ്പ് ഞങ്ങൾ തൊഴിലെടുത്തിരുന്ന മേഖലയിലാണ് ഇപ്പൊ ഈ പുതിയ പുതിയ ഉടക്കുകളും ഇതും വന്നേക്കുന്നത്. വല മൊത്തം കീറുകയല്ല, വല ഉള്ളിന്ന് പൊട്ടിപ്പോവുകയാണ്. അങ്ങനെ കീറിപ്പോവുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും മെയിൻറ്റെയിൻ ചെയ്തെടുക്കാൻ പറ്റും. ഇത് വല ഉടക്ക് പിടിക്കുന്ന ഭാഗത്തുനിന്ന് അങ്ങനെ പറഞ്ഞ് വല നഷ്ടപ്പെട്ടു പോവുകയാണ്. അതാണ് ഇതിൻ്റെ അകത്തുള്ള യാഥാർത്ഥ്യം. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളും ഈ ഭരിക്കുന്ന സർക്കാരും കൂടി 50 വർഷത്തെ ഒരു ഡിസ്റ്റൻസ് ആണ് ഞങ്ങൾക്ക് തോന്നുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമേ പറഞ്ഞു ഞങ്ങൾക്ക് സൗജന്യ റേഷനും മണ്ണെണ്ണയൊന്നും അല്ല വേണ്ടതല്ലേ? തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും ഒരു സംഭവങ്ങൾ കടലിൽ വരുമ്പോൾ 1000 രൂപയും 5 കിലോ റേഷനും സൗജന്യ റേഷനായിട്ട് ഞങ്ങൾക്ക് പ്രഖ്യാപിക്കല്ല. ഞങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി തരിക. അത് സർക്കാരുകളുടെ ബാധ്യതയാണ്. ഏത് സർക്കാർ ഭരിച്ചാലും അതിന്റെ ആ സർക്കാരുകളുടെ ബാധ്യതയാണ്. അത് നിറവേറ്റി തരാൻ മാത്രം ഞങ്ങൾ സർക്കാരുകളോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നുള്ളൂ. ഇപ്പൊ ഈ കപ്പൽ മുങ്ങി, അതിന്റെ അവശിഷ്ടങ്ങൾ പൂർണ്ണമായിട്ട് ഇതുവരെ നീക്കം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതാണോ നിങ്ങളുടെ ഈ പ്രതിസന്ധി കാരണം? ശരിക്കും കപ്പൽ മുങ്ങിയതും കപ്പല് കത്തിയ കപ്പല്, നമ്മുടെ ഈ തീപിടിച്ചു മാറിയ കപ്പല്, അതിന്റെ ഏകദേശം മിക്കവാറും കുറച്ച് കണ്ടെയ്നറുകൾ പുറത്തേക്ക് പോകുന്നുണ്ടെന്ന് അറിഞ്ഞ ആ കണ്ടെയ്നറുകൾ പോകുന്നുണ്ടെങ്കിൽ കറക്റ്റ് കൊച്ചി, ആലപ്പുഴ ഈ തീരക്കടലിൽ തന്നെ ഈ സാധനങ്ങൾ ബാക്കി കിടപ്പുണ്ട്. മിക്കവാറും ഇന്നലെ സംഭവിച്ചത് കണ്ടെയ്നറിന്റെ ഉടക്കാണെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. കാരണം ഞങ്ങൾ അത് ഏകദേശം കണ്ടത് അതുപോലത്തെ ഒരു സംഭവങ്ങളിൽ നേരത്തെ വേറെ ഉടക്കൊന്നുണ്ടായിട്ടില്ല. വേറെ നേരത്തെ ഉള്ള ഉടക്കുകളൊക്കെ എന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് വരുന്ന ചെറിയൊരു ഉടക്കുകളൊക്കെയാണ്. ഇത്രയും വലിയൊരു അപകടങ്ങൾ ഞങ്ങളുടെ വലക്ക് കേടുപാടുകൾ സംഭവിക്കാറില്ല. ഇത് തീർച്ചയായിട്ടും ഈ കപ്പല് മുങ്ങിയതാ, അല്ലെങ്കിൽ കപ്പൽ കത്തുപിടിച്ച കപ്പലിന്റെ ഡ്രഡ്ജ് ചെയ്യണം. അത് നിശ്ചിത സ്ഥലങ്ങൾ ഞങ്ങൾക്ക് ഇവര് ഡ്രഡ്ജ് ചെയ്ത സാധനം കൊണ്ട് അടിക്കുന്ന സ്ഥലങ്ങൾ ഞങ്ങൾക്ക് മാർക്ക് ചെയ്ത് ഞങ്ങൾ അടയാളപ്പെടുത്തി നിർത്തിയിട്ടുണ്ട് GPS-ൽ. അപ്പൊ അത്രയും സ്ഥലങ്ങൾ ഞങ്ങൾ പണിയെടുക്കൂല. പക്ഷെ ഇത് ഞങ്ങൾ പണിയെടുക്കാവുന്ന സ്ഥലങ്ങളിലാണ്. ഞങ്ങൾക്ക് ഇത്തരം മുടക്കുകൾ ഇല്ലെന്ന് നിരന്തരം അറിയാവുന്ന സ്ഥലങ്ങളിൽ ഞങ്ങൾ ചെയ്യുമ്പോഴാണ് ഞങ്ങൾക്ക് ഈ പുതിയ സംഭവത്തിലേക്ക് ചെന്ന് വീഴുന്നത്. ഇത് പുതിയ വലകള് ഇപ്പൊ ഉടക്ക് വന്ന് കുറെ വലകൾ ഞങ്ങൾക്ക് നഷ്ടമായി. എന്നിട്ട് അതിനുശേഷം പുതിയ വലകൾ ഞങ്ങൾ അതിനുവേണ്ടി കൊണ്ടുവന്ന് ഇപ്പൊ വാങ്ങിച്ച് കൊണ്ടുവന്നാണ്. ഒരു 1000 കിലോ വലയോളം ഞങ്ങള് എടുത്തു വെച്ചിട്ടുണ്ട്. അത് അടുത്ത് തന്നെ ഏകദേശം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ വിലയൊക്കെ കൂട്ടിക്കൊണ്ടെങ്കിൽ ഒരു 5-6 ലക്ഷങ്ങൾ കഴിയും. പിന്നെ അതിന്റെ തൊഴിലാളികളുടെ ഇത് ഇന്നലെ നഷ്ടപ്പെട്ടു പോണ തൊഴിൽ ദിനത്തിന്റെ വേതനം, ഇതെല്ലാം കൂടി ആകുമ്പോഴേക്കെന്ന് പറഞ്ഞാൽ ഇന്ധന ചെലവ് ഇന്ന് ഇത് റിപ്പയർ ചെയ്യുമ്പോ ഇന്നും നാളെയൊക്കെ ആയിട്ട് റിപ്പയർ ചെയ്യുമ്പോൾ ഉള്ള തൊഴിലാളികളുടെ വേതനം അത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെ പോകും. അപ്പോഴും ഈ 19 തൊഴിലാളികളിൽ നിന്ന് തൊഴിലെടുക്കുമ്പോൾ ഒരു ദിവസത്തെ വേതനത്തിന്റെ കാര്യവും നമുക്ക് പറയാവുന്നേ ഉള്ളൂ. എത്ര രൂപ വരുമെന്ന്. ഒരു ദിവസം 50,000-60,000 രൂപ വേതനം തന്നെ വരും. പിന്നെ ഒരു ദിവസം ഈ ഞങ്ങൾ തൊഴിലിന് പോണത് തന്നെ ഒരു 30,000-ന് മേളിൽ രൂപ മുടക്കി ഡീസൽ അടിച്ചതിന് ശേഷമാണ് ഈ വള്ളങ്ങൾ പോണം. അപ്പൊ അത്രയും 30,000 രൂപ മുടക്കി ഡീസൽ അടിക്കുമ്പോൾ സർക്കാരുകൾക്ക് കിട്ടുന്ന GST അല്ല, ടാക്സ്, നികുതി, അത്രയും നികുതി കൊടുത്ത് തൊഴിലെടുക്കുന്ന ഞങ്ങളെ സംരക്ഷിക്കേണ്ടത് ഈ സ്റ്റേറ്റിന്റെ ബാധ്യതയാണ്. നമ്മളുടെ സ്വത്തിനും നമ്മളുടെ തൊഴിലിടവും സംരക്ഷിച്ച് നമ്മൾക്ക് തൊഴിൽ ചെയ്യാനുള്ള ഇത് നൽകേണ്ടത് ആ സ്റ്റേറ്റിന്റെ
ബാധ്യതയാണ്. അതായത് നമുക്ക് സുരക്ഷിതമായി ജോലി ചെയ്യാൻ അവസരം സുരക്ഷിതമായി ജോലി ചെയ്യാനുള്ള ഇടങ്ങൾ അവർ ഒരുക്കി തരിക. കാരണം ഇത്രയും കാലം ഞങ്ങൾ സുരക്ഷിതമായിട്ട് ജോലി ചെയ്തിരുന്ന ഭാഗങ്ങളിൽ ഇപ്പൊ പുതുതായിട്ട് അപകടം സംഭവിച്ചപ്പോൾ പല പല അപകടങ്ങൾ വന്ന് പെട്ടിട്ടുണ്ട്. അത് ക്ലിയർ ചെയ്ത് തരിക എന്നുള്ളതാണ് ഞങ്ങൾ സർക്കാരിനോട് ആവശ്യപ്പെടുന്നത്. പങ്കുവയ്ക്കുകയാണ് ഈ കപ്പലിന്റെ അവശിഷ്ടങ്ങൾ അടിത്തട്ടിലുള്ളത് സുരക്ഷിതമാണ് എന്ന് കരുതി കൂടി അവിടെ വലയിടുന്ന സമയത്ത് അപ്രതീക്ഷിതമായി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവുന്നു എന്നാണ് പറയുന്നത്. ഇതിന് എന്തെങ്കിലും പരിഹാരം ഉണ്ടാവേണ്ടതുണ്ട്. സർക്കാർ ഇത്തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാവുന്ന സമയത്ത് ഒരു വളരെ തുച്ഛമായ തുകയും കുറച്ച് റേഷനരിയും നൽകി ഈ പ്രശ്നം താൽക്കാലികമായി ഒതുക്കുക മാത്രമല്ലാതെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കണം എന്നതാണ് പ്രധാനമായും ഇവർ ആവശ്യപ്പെടുന്നത്. അരുൺ ശങ്കറാണ് വിശദാംശങ്ങൾ നൽകിയത്.